ഈ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഓക്കെ അതാ ഞാൻ ചോദിക്കുന്നത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ വരുന്ന സ്വർണം ഹവാല ഇത് തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് CPM-ന്റെ ഔദ്യോഗിക നിലപാടാണ്. അതെ, അവിടെയാണ് കൃത്യമായിട്ട് ഞങ്ങൾ പറയുന്നത്. കരിപ്പൂർ മാത്രമല്ല, ഉദാഹരണമായിട്ട് ഗുജറാത്തിലെ മുണ്ട്ര തുറമുഖം, ഈ പണമൊക്കെ ഏതെല്ലാം കാര്യങ്ങൾക്കാണ് ദുരുപയോഗിക്കപ്പെടുന്നത് എന്ന് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് എത്രത്തോളം ആശങ്കകളുണ്ട്. CPM അതിനെക്കുറിച്ച് പ്രമേയങ്ങളൊന്നും പാസ്സാക്കിയിട്ടില്ല. ഇതൊന്നും സ്വീകാര്യമായ കാര്യങ്ങളല്ല, അതിനെ പിന്തുണയ്ക്കേണ്ടതില്ല. കള്ളക്കടത്ത് പിടിക്കുന്ന പോലീസ് അത് പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന് നിന്നു കൊടുക്കാൻ സൗകര്യപ്പെടില്ല എന്ന് ഒരു മുഖ്യമന്ത്രി പറഞ്ഞു മാത്രം കണ്ടാൽ മതി. അനിൽകുമാർ, ഞാൻ ചോദിച്ചതാണ്, അതായത് മുഖ്യമന്ത്രി തങ്ങളുടെ വാർത്താ സമ്മേളനത്തിൽ മലപ്പുറത്തെ സ്വർണം പോലീസ് പിടിച്ച സ്വർണത്തിന്റെ കണക്ക് പറഞ്ഞിരുന്നു. അതേ മുഖ്യമന്ത്രിയുടെ അഭിമുഖമായി വന്നതാണ്. മുഖ്യമന്ത്രി പറഞ്ഞതല്ല എന്ന് പറഞ്ഞാൽ പോലും PR ഏജൻസി എഴുതി കൊടുത്ത കാര്യമാണ്. ഈ കരിപ്പൂർ എയർപോർട്ടിൽ വരുന്ന സ്വർണം ഹവാല ഇത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളത്. അങ്ങനെ ഒരു വാദം CPM-നുണ്ടോ? അല്ല, CPM അതിൽ വാദിക്കേണ്ട കാര്യമില്ല. അത് ദേശാഭിമാനപരമായ കാര്യമല്ല. ഞങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. നല്ല കാര്യവും ഞങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. അങ്ങനെയല്ല, സ്വീകാര്യമല്ല. മുഖ്യമന്ത്രി പറഞ്ഞതായി ആ പത്രത്തിൽ വന്ന അഭിമുഖത്തിലുള്ളത് എക്സ്ട്രീമിസ്റ്റ് എലമെന്റ്സ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. എക്സ്ട്രീമിസ്റ്റ് എലമെന്റ്സ്. അതെ, അത്തരമൊരു വാദം നമ്മുടെ സമൂഹത്തിനകത്ത് വരുമ്പോൾ എക്സ്ട്രീമിസ്റ്റ് എലമെൻ്റ് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളുടെ പണത്തിൻ്റെ സ്രോതസ് നിഗൂഢമാണ്. ആ നിഗൂഢമായ കാര്യങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോട് ഞങ്ങൾക്ക് നല്ല തരത്തിലുള്ള പ്രതിഷേധമുണ്ട്. എയർപോർട്ടുകളിൽ സ്വർണം കടന്നുകൊണ്ട് ഹവാല വരുന്നുണ്ട്. എത്ര സ്വർണം പിടിച്ച കേസുകളിൽ നിങ്ങൾ ഇത് തീവ്രവാദ ബന്ധം അന്വേഷിച്ചു? എത്ര കേസെടുത്തു? അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാൻ ബാധ്യതപ്പെട്ട ഒരു കൂട്ടർ ഇന്ത്യ രാജ്യത്തെ സർക്കാരാണ്. സംസ്ഥാന സർക്കാരിന് പരിമിതിയുണ്ട്. UAPA ചുമത്തുന്ന സംസ്ഥാന സർക്കാരാണ്, കേന്ദ്ര സർക്കാരല്ല. പോലീസ് നിങ്ങളുടെ കയ്യിലാണ്. തീവ്രവാദികൾ ഒരു നിമിഷം തീവ്രവാദികൾ സ്വർണ്ണക്കടത്തിലൂടെയും ഹവാലയിലൂടെയും ഫണ്ട് ശേഖരിക്കുന്നു എന്നുള്ളതാണ് അനിൽകുമാർ ഇവിടെ പറയുന്ന വിവരം. നിങ്ങൾ എത്ര കേസെടുത്തിട്ടുണ്ട്? ഒന്ന്, തീവ്രവാദികൾ ഹവാലയിലൂടെ ഫണ്ട് ശേഖരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. ആ പരിപാടി എക്സ്ട്രീമിസ്റ്റ് എലമെന്റ്സ് ഇത്തരം കാര്യങ്ങളോട് നടത്തുന്നു എന്ന് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? അല്ല, അങ്ങനെ ഒരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങ് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അവിടെയാണ് കൃത്യമായിട്ട് പറയുന്നത്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞ കേട്ടില്ലേ? ഇവിടുത്തെ തീവ്രവാദ സംഘടനകൾ RSS ഉൾപ്പെടെയുള്ളവർ പണസമാഹരണം നടത്തുന്നത് ദുരൂഹമായ വഴികളിലൂടെയാണ്. ആ വഴികൾ അന്വേഷിക്കണം എന്ന് ആർക്കാ തർക്കം? അതായത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഈ കരിപ്പൂര് കൊണ്ടുവരുന്ന സ്വർണം മാത്രമാണോ ഞങ്ങളുടെ പാർട്ടി ആവശ്യപ്പെട്ടത്? RSS ആണോ ഈ അത് ഉപയോഗിക്കുന്നത്? അതിൽ വരുന്ന ഹവാലയും സ്വർണവും നിഗൂഢമായി പ്രവർത്തിക്കുന്ന എല്ലാവരും, ആ നിഗൂഢമായി പ്രവർത്തിക്കുന്ന അത്തരം ശക്തികളെ കണ്ടെത്തേണ്ടത് ആരാണ്? ഇത്തരം കള്ളക്കടത്ത് സ്വർണവും ഹവാലയും നിഗൂഢ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നവരെ കണ്ടെത്തേണ്ടത് ആരാണ്? ആരുടെ പണിയാണ്? ഈ സ്വർണം പിടിക്കുന്നുണ്ടല്ലോ പോലീസ്, അങ്ങ് തന്നെ പറഞ്ഞു. സ്വർണം പോലീസ് പിടിക്കുന്നതിനാണ് സ്വർണം പോലീസ് പിടിക്കുന്നെങ്കിൽ അത് അന്വേഷിക്കേണ്ടത് ആരാണ്? സർക്കാരാണ്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ UAPA എന്ന് പറയുന്ന നിയമം എന്തിനാണ്? ഇത്തരം നിഗൂഢ പ്രവർത്തനങ്ങൾ തടയാൻ വേണ്ടിയാണ് UAPA നിയമം. അത് ആ കേസെടുക്കുന്ന ആരാണ്? സംസ്ഥാന പോലീസാണ്. ഈ ഡൽഹി പോലീസ് വന്നിട്ട് വേണമോ കേരളത്തിലെ നിഗൂഢ പ്രവർത്തനങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും നടത്താൻ? ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഉദാഹരണമായിട്ട് കൊടകരയിൽ കുഴൽപ്പണം പിടിച്ചു. കേരള പോലീസ് കണ്ടെടുത്ത് കുറ്റപത്രം കൊടുത്ത് EDക്ക് കടലാസ് കൊടുക്കുന്നതിനപ്പുറത്ത് കേരളത്തിന് പറ്റുമോ?